ഇന്ത്യക്ക് 50% തീരുവ ഏർപ്പെടുത്തിയിരിക്കുകയായിരുന്നു അമേരിക്ക. അതുവഴി നമ്മുടെ കയറ്റുമതിക്ക് വലിയ ഇടിവ് സംഭവിച്ചു. ഒരു ദിവസം ട്രംപ് പ്രഖ്യാപിക്കുന്നു, ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ 50%-ൽ നിന്ന് 18%-ആക്കി തീരുവ കുറച്ചിരിക്കുന്നു. അതിന് താൻ പറഞ്ഞ ഡിമാൻഡുകൾ ഇന്ത്യ അംഗീകരിച്ചു എന്നാണ് അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നത്. നമ്മൾ വലിയ തോതിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നു. യുക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യയിൽ നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടുമായിരുന്നു. അവിടെ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയുമായി ബന്ധപ്പെട്ട പരമാധികാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷേ നാം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തോട് പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ നാം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അമേരിക്ക വിരട്ടിയതുകൊണ്ട് നിർത്തുന്നുണ്ടോ, നിർത്തിയോ? ഉത്തരം പറയേണ്ടത് നമ്മുടെ സർക്കാരാണ്. പക്ഷേ സർക്കാർ ഒന്നും പറഞ്ഞു കേൾക്കുന്നില്ല. അമേരിക്കയിൽ നിന്ന് വലിയ തോതിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ, ഡയറി ഉൽപ്പന്നങ്ങൾ നികുതിയില്ലാതെ നാം ഇറക്കുമതി ചെയ്യും എന്നാണ് ട്രംപ് പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയുടെ അടിസ്ഥാന നട്ടെല്ല് എന്ന് വിളിക്കാൻ കഴിയുന്ന കാർഷിക മേഖലയിലേക്ക് നികുതിയില്ലാതെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്താൽ നമ്മുടെ കാർഷിക മേഖലയുടെ കർഷകരുടെ നട്ടെല്ലൊടിക്കുന്ന പരിപാടിയായി പോകും. നാം അത് ചെയ്യാൻ പോവുകയാണോ? അങ്ങനെ ചെയ്യുന്നു എന്ന് ട്രംപ് പറയുന്നു. എത്രയോ കാലങ്ങളായുള്ള അമേരിക്കയുടെ ആവശ്യം, ഏതെല്ലാം സർക്കാരുകൾ മാറ്റിവെച്ച ആവശ്യം, നടപ്പില്ല എന്ന് പ്രഖ്യാപിച്ച ആവശ്യം, അത് ഇപ്പോൾ നടപ്പിലാവാൻ പോവുകയാണോ? നാം സമ്പൂർണമായും അമേരിക്കയോട് സന്ധി ചെയ്തോ ഈ വ്യാപാര കരാർ സാധ്യമാക്കാൻ? എന്നിട്ടും നമുക്ക് 18% നികുതി അങ്ങോട്ട് കയറ്റുമതി ചെയ്യുമ്പോൾ ഉണ്ട്. രാജ്യത്തിൻ്റെ താല്പര്യം ആകമാനം തമസ്കരിക്കപ്പെട്ടു എന്ന് ഒറ്റനോട്ടത്തിൽ കാണാൻ കഴിയുന്ന ഈ കരാറിലേക്ക് നാം എന്തിന് എത്തിച്ചേർന്നു? എന്താണ് ആ കാര്യം സർക്കാർ വിശദീകരിക്കാത്തത്? നമ്മുടെ രാജ്യം കക്ഷിയായിട്ടുള്ള ഒരു കരാറിനെ കുറിച്ച് എപ്പോഴും പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടത് ആരാണ്? അത് അമേരിക്കയുടെ പ്രസിഡന്റാണോ? പഹൽഗാം വിഷയത്തിൽ പാകിസ്ഥാനുമായി പ്രശ്നമുണ്ടായപ്പോൾ ആ പ്രശ്നം ഇതാ അവസാനിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് അമേരിക്കൻ പ്രസിഡന്റാണ്. അവിടെ നിന്നാണോ നാം കേൾക്കേണ്ടത്? റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് നിർത്തുന്നു എന്ന് പ്രഖ്യാപിക്കേണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ഭരണകൂടം അമേരിക്കയ്ക്ക് സമ്പൂർണമായും അടിയറവ് പറയുന്നത്, അല്ലെങ്കിൽ അമേരിക്കയെ ഭയപ്പെടുന്നത് എന്തിൻ്റെ പേരിലായിരിക്കും? അക്കാര്യം ഈ രാജ്യത്തിന് അറിയേണ്ടതില്ലേ? ആ ചോദ്യം ചോദിക്കുന്നവരെ രാജ്യദ്രോഹികൾ എന്ന് വിളിച്ചാൽ ആ പ്രശ്നം മറികടക്കാൻ കഴിയുമോ? ലോകത്ത് പല നേതാക്കളുണ്ട്, പല ഭരണാധികാരികൾ. അവരുടെ ഒന്നും പേരില്ലാത്ത എപ്സ്റ്റീൻ ഫയൽസിൽ, ഒരു കുറ്റവാളിയുടെ ഫയൽസിൽ, എപ്സ്റ്റീൻ ഫയൽസ് എന്നാൽ ഒരു പിഡോഫൈലിൻ്റെ ജീവരേഖയുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. അതിൽ മോദിയുടെ പേര് വന്നത് എങ്ങനെയാണ്? മോദിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ തനിക്ക് കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു പവർ ബ്രോക്കർ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് അതെങ്ങനെ സാധ്യമാകുന്നു? അതും വിശദീകരിക്കണ്ടേ? ഈ വിഷയം സംസാരിക്കുകയാണ് നമ്മൾ. എന്നോടൊപ്പം CM പ്രശാന്ത്, മാധ്യമപ്രവർത്തനം, ഡൽഹിയിൽ നിന്ന്; പ്രൊഫസർ റോണി കെ ബേബി, കോൺഗ്രസ് പ്രതിനിധി; മേരി ജോർജ്, സാമ്പത്തിക വിദഗ്ധ; സി സതീശൻ, PDJസിൻ്റെ പ്രതിനിധി, NDAക്ക് വേണ്ടി ഈ ചർച്ചയിൽ പങ്കാളിയാവുന്നു. ആദ്യം സി സതീശൻ, ഈ ചോദ്യങ്ങളെല്ലാം ന്യായമല്ലേ പ്രതിപക്ഷം പാർലമെന്റിൽ ചോദിക്കുന്നത്? ഈ ബഹളമൊക്കെ ഒഴിവാക്കാമല്ലോ. ഈ കാര്യത്തെക്കുറിച്ചൊരു വ്യക്തത പാർലമെന്റിൽ വിശദീകരിച്ചാൽ അതെന്തേ വേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനിക്കുന്നു? എന്ത് നല്ല കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയാലും അതിനെ എതിർക്കുക എന്ന ഒരു നയം മാത്രമാണ് ഇന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യയുടെ പ്രതിപക്ഷത്തിനുള്ളത്. അതെന്ത് നല്ല കാര്യം ആണെങ്കിലും ഇപ്പോൾ തന്നെ ഈ വിഷയത്തിൽ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഓഹരി വിപണിയിലുണ്ടായ ഉയർച്ച, അത് നമ്മൾ കാണാതിരുന്നുകൂടാ. ഇപ്പോൾ ഈ അമേരിക്ക തന്നെ 50% തീരുവയാക്കിയത് ശരിക്ക് നമ്മളോട് ചോദിച്ചിട്ടല്ലല്ലോ. ഇന്ത്യ അറിഞ്ഞോ 50% ആക്കിയത്? അറിഞ്ഞിട്ടില്ല. നേരെ മറിച്ച് അതേപോലൊക്കെ തന്നെയാണ് ഇപ്പോൾ 18% അവർ കുറച്ചിരിക്കുന്നു. ഇതിൻ്റെ കരാറ് മറ്റു കാര്യങ്ങൾ എല്ലാം തന്നെയും കേന്ദ്ര സർക്കാർ ഉടനെ തന്നെ നടപ്പാക്കും. ഇപ്പോൾ ഒരു നയം അമേരിക്ക പ്രഖ്യാപിച്ചു എന്ന് മാത്രമാണ്. പക്ഷേ ആ പ്രഖ്യാപനം നടക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ ഓഹരി വിപണി ഒരു വൻ
കുതിച്ചുചാട്ടമാണ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉണ്ടായത്. അതായത് പൈസ, ഡോളറിൻ്റെ മേലുള്ള പൈസയുടെ ഉയർച്ച ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് 122 പൈസയാണ് ഉയർന്നത്. അതായത് 90.27 ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഉയർന്നു. അതായത് കഴിഞ്ഞ 2.5 വർഷമായിട്ട് നടക്കാത്ത കാര്യമാണ് ഇന്നലെ നടന്നത്. ആ രീതിയിൽ നമ്മൾ കണ്ടുകൂടെ? ഇപ്പോൾ തന്നെ അമേരിക്ക ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി. അതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു സുപ്രഭാതത്തിൽ അമേരിക്ക 50% തീരുവ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക്, കയറ്റുമതികൾക്ക് പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അമേരിക്കയുടെ വാതിലിൽ പോയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുട്ടിയില്ല. മറിച്ച് ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ റഷ്യൻ വിപണിയെ, റഷ്യയുമായിട്ട് കരാറുണ്ടാക്കി. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2 ദിവസത്തിന് മുമ്പ് യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ വ്യാപാര കരാറുണ്ടാക്കി. അതെല്ലാം പുറത്തു വന്നതല്ലേ? അപ്പോൾ സ്വാഭാവികമായും അമേരിക്കയ്ക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഈ രീതിയിൽ 50% തീരുവയായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം ഇന്ത്യക്കല്ല അമേരിക്കയ്ക്ക് തന്നെയായിരിക്കും എന്ന് മനസ്സിലാക്കി അമേരിക്ക വന്നു എന്നാണ് സതീശൻ. ഒന്നാമത്തെ കാര്യം, 50% നിന്ന് 18% കുറയ്ക്കുക എന്ന് വെച്ചാൽ പഴയ നിലയിലേക്ക് പുനഃസ്ഥാപിക്കുക എന്നല്ല കേട്ടോ. 10-ൽ താഴെയായിരുന്നു. അതുകൊണ്ട് 4% മാത്രമായിരുന്നു സാധാരണ ഉൽപ്പന്നങ്ങൾക്കുള്ള നികുതി. അതെ, ഇപ്പോഴും 18-ൽ നിർത്തിയിരിക്കുകയാണ്. അത് ആരുടെ വിജയമാണ്? ഈ വ്യാപാര കരാർ ഉണ്ടാക്കാൻ നരേന്ദ്രമോദിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് താങ്കളെ ഒന്ന് കാണാൻ കഴിയുമോ എന്ന് മോദി എന്നെ വിളിച്ചു വെച്ചു. എനിക്കൊന്ന് കാണാൻ കഴിയുമോ സർ എന്ന് മോദി ചോദിച്ചു എന്നാണ് ട്രംപ് പരസ്യമായി പറഞ്ഞത്. നമ്മുടെ വിശദീകരണമൊന്നും വന്നിട്ടില്ല. എന്നെ സന്തോഷിപ്പിക്കണം എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അറിയാം എന്ന് ട്രംപ് പരസ്യമായി പറഞ്ഞു. നമ്മുടെ പ്രതികരണമൊന്നും വന്നില്ല. എൻ്റെ ചോദ്യം ഇതാണ്, നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താം സാർ, ദയവ് ചെയ്ത് താരിഫ് കുറയ്ക്കണം എന്ന് പോയി കേണിട്ടാണോ താരിഫ് 18 ആക്കിയത്? 18 ആക്കുമ്പോഴും പഴയപടിയായിട്ടില്ല. എന്നിട്ടും മോദി ട്രംപിനെ പ്രശംസിക്കുകയും ചെയ്യുന്നു. നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമോ? നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടാണോ കരാർ ഇങ്ങനെ താഴേക്ക് കൊണ്ടുവന്നത്? എന്തൊക്കെയാണ് ഇതിനകത്തുള്ള ഡീൽ? നമ്മൾ കാലാകാലങ്ങളായി തടഞ്ഞു വെച്ചിരിക്കുന്ന ഇമ്പോർട്ട്സ് എല്ലാം നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണോ? അത് ഇവിടുത്തെ മനുഷ്യന്മാരുടെ ജീവിതത്തെ ബാധിക്കുമോ? ഇതൊക്കെ പാർലമെന്റിൽ പറയണ്ടേ? എന്താ പറയാത്തതെന്ന് എൻ്റെ ചോദ്യം. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ 50% തീരുവയായിട്ട് ഉയർത്തിയ സമയത്ത് ഇന്ത്യയോട് ആലോചിച്ചിട്ടൊന്നുമല്ല. അതായത് അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സമയത്ത് ഓരോരോ ഭാഷകൾ പറയുകയാണ്. ഇത് നമ്മുടെ ഇന്ത്യയുടെ ഒരു വാക്കുമല്ല. ഇന്ത്യയായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാണെന്ന് ഇന്ത്യയുടെ ആരെങ്കിലും പറഞ്ഞോ? ഇന്ത്യയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞോ? വിദേശകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞോ? അതായത് 18% കുറയ്ക്കാൻ ആകുന്നു എന്ന് പറയുമ്പോൾ പ്രശംസിക്കണ്ടേ? അല്ല, പോരല്ലോ. അതിന്റെ കരാർ ഒപ്പിട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പാർലമെന്റിൽ നാളെ തന്നെ ഈ കരാർ സംബന്ധിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നാളെ തന്നെ പ്രഖ്യാപിക്കും. ഇതിൻ്റെ ഒരു കരാറ്, അതായത് ഒരു സുപ്രഭാതം, ഞാൻ പറഞ്ഞല്ലോ, യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇന്ത്യ ഉണ്ടാക്കിയ വ്യാപാര കരാറ്, ഇത് സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് മെച്ചമാണെന്നും അത് അമേരിക്കയ്ക്ക് നഷ്ടമാകുമെന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. താങ്കൾ പറഞ്ഞത് അമേരിക്കയ്ക്ക് നഷ്ടമാകുമെന്ന് മനസ്സിലായി. അമേരിക്ക പരാജയം സമ്മതിച്ച് ഓടി വന്നു എന്ന് താങ്കൾ പറയുന്നു. പക്ഷേ ഇതിലെ വ്യവസ്ഥ നോക്ക്. വ്യവസ്ഥകളെല്ലാം അമേരിക്കയ്ക്ക് അനുകൂലമാണ്. വ്യവസ്ഥകളെല്ലാം അമേരിക്കയ്ക്ക് അനുകൂലമാണ്. ചിന്തിച്ചുകൂടാം. അല്ല, അങ്ങനെ എന്തുകൊണ്ട് നമുക്ക് ചിന്തിച്ചുകൂടാം? എന്തെല്ലാം കാര്യങ്ങൾ ട്രംപ് പറയുന്നു, എന്തെല്ലാം കാര്യങ്ങൾ അതൊക്കെ ശരിയായിരുന്നോ? അല്ല, ശരിയല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളതിനെ അല്ല, ഞാൻ ചോദിക്കുന്നതല്ല. അതായത് നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട്, നമ്മൾ സീറോ താരിഫിൽ അവിടെ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുമെന്ന് പറഞ്ഞിട്ട്, ഇത് കേൾക്കൂ സതീശൻ, നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് നിർത്തും എന്ന് പറഞ്ഞതുകൊണ്ട്, നമ്മൾ സീറോ താരിഫിൽ അവിടെ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ചളവ് തന്നിരിക്കുന്നു എന്ന് ട്രംപ് പറഞ്ഞപ്പോൾ അതിനെ പ്രശംസിക്കുകയും വെൽക്കം ചെയ്യുകയും ചെയ്തു മോദി. അപ്പോൾ ട്രംപ് എന്തെങ്കിലും വിടുവായത്വം പറയാവൊന്നും കാര്യമാക്കേണ്ടതില്ലെന്നില്ല. അതിനെ വെൽക്കം ചെയ്യുകയാണ് ഇന്ത്യയുടെ ഭരണനായകൻ. അപ്പൊ അതിനകത്ത് അർത്ഥം നമ്മൾ ഈ പറയുന്ന സീറോ താരിഫിൽ ഇറക്കുമതി ചെയ്തു. മോദി വെൽക്കം ചെയ്തത്
മോദി വെൽക്കം ചെയ്തത് 18% ആക്കിയതിനെയാണ് വെൽക്കം ചെയ്തത്. അല്ലാതെ റഷ്യയിൽ നിന്നും ഉള്ള മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള കരാറിനെ സംബന്ധിച്ച് ഒക്കെ തീരുമാനിക്കുന്ന ഇന്ത്യയാണ്. ഇന്ത്യൻ പാർലമെന്റിൽ അത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്ത്യൻ പാർലമെന്റിൽ പ്രധാനമന്ത്രി അത് പ്രഖ്യാപിക്കും. പറഞ്ഞിട്ടുള്ള ഈ ക്ലോസുകൾ ഈ ട്രംപ് ഈ കരാർ നടപ്പിലാക്കാനായി പറഞ്ഞിട്ടുള്ള ക്ലോസുകൾ ഉണ്ടല്ലോ, അവയെല്ലാം ഒന്ന് മ്യൂട്ട് ചെയ്യും. ഈ ട്രംപ് ഈ പറഞ്ഞിട്ടുള്ള ക്ലോസുകൾ സർക്കാർ അംഗീകരിച്ചതിന് രേഖയൊന്നുമില്ല. സർക്കാർ ആ ക്ലോസുകൾ അംഗീകരിച്ചതായി പ്രഖ്യാപിച്ചിട്ടുമില്ല. റഷ്യൻ ഡീലിനെ കുറിച്ച് സർക്കാർ ഒന്നും മിണ്ടുന്നില്ല. പിന്നെ എങ്ങനെയാണ് ആക്ഷേപിക്കാൻ കഴിയുമെന്നാണ് ചോദിക്കുന്നത്. എത്ര നിഷ്കളങ്കമായിട്ടാണ് ബഹുമാനപ്പെട്ട സതീശൻ സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയോട് ചോദിച്ചിട്ടാണോ 50% തീരുവ പ്രഖ്യാപിച്ചത്, അതുപോലെ ഇന്ത്യയോട് ചോദിച്ചിട്ടാണോ ഇപ്പോൾ അത് 18% കുറച്ചിരിക്കുന്നത്. എത്ര നിഷ്കളങ്കമായ ഒരു ചോദ്യം. പക്ഷെ ഇവിടെ ഇത് തീരുവയുടെ മാത്രം പ്രശ്നമാണോ? അല്ല. നമ്മൾ ഇതിൻ്റെ ഒരു യഥാർത്ഥ വസ്തുത മനസ്സിലാക്കാതെ പോകരുത്. ഇവിടെ യഥാർത്ഥ വസ്തുതയെ മൂടി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത് തീരുവയുടെ മാത്രം പ്രശ്നമല്ല. ഇത് എന്ന് പറയുന്നത് കഴിഞ്ഞ 1.5 വർഷമായി അമേരിക്ക നിർബന്ധിച്ച് ഇന്ത്യയെ ഒപ്പുവെക്കാൻ വേണ്ടി നിർബന്ധിച്ചുകൊണ്ടിരുന്ന ഒരു വാണിജ്യ കരാർ. ആ വാണിജ്യ കരാറിന്റെ പ്രശ്നമാണ്. 2025 ജനുവരിയിൽ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം അമേരിക്ക ഫസ്റ്റ് ട്രേഡ് പോളിസി ആയിരുന്നു. ഫെബ്രുവരിയിൽ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. രണ്ടുപേരും കൂടെ സംയുക്തമായി പ്രഖ്യാപിച്ചു 2030 ആകുമ്പോൾ $500 ബില്യൺ ഇതിലേക്ക് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് മാറ്റണം. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം അമേരിക്കയ്ക്ക് ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ ട്രേഡ് ഡെഫിസിറ്റ് ആണ്. അപ്പോൾ അമേരിക്കയ്ക്ക് ഇന്ത്യയിൽ മേൽക്കൈ നേടണം. അതിനുവേണ്ടി ഫെബ്രുവരി മാസം മുതൽ ആരംഭിച്ച വാണിജ്യ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. അപ്പോൾ ഇന്ത്യയെ അമേരിക്കയുടെ വരച്ച വരയിൽ നിർത്തണം. അതിനുവേണ്ടി എന്ത് ചെയ്തു? ട്രംപ് 2025 ഓഗസ്റ്റ് 1-ാം തീയതി ആദ്യം 25% പകരച്ചുമ പ്രഖ്യാപിക്കുന്നു. ഓഗസ്റ്റ് 27-ാം തീയതി റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ മേടിക്കുന്നു എന്ന ഒരു കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വീണ്ടും 25%. ഇത് എത്തിക്സിന്റെ പ്രശ്നമൊന്നുമല്ല, ധാർമ്മികതയുടെ പ്രശ്നമൊന്നുമല്ല. ഇന്ത്യയിൽ നിന്നും ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ മേടിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല അമേരിക്കയുടെ പ്രശ്നം. അമേരിക്ക വരച്ച വരയിൽ ഇന്ത്യയെ കൊണ്ടുവരണം. അതിനുവേണ്ടി 50 ഇവിടെ പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. പലരും ഇവിടെ ഓർക്കും, 25%-ൽ നിന്നും 18% കുറച്ചു, കൈയടിക്കണമല്ലോ, ഇന്ത്യ ഗവൺമെന്റിന്റെ നേട്ടമാണല്ലോ. 25% ചുങ്കം ചുമത്തിയെടുത്ത് നിന്നാൽ 18% കുറച്ചിരിക്കുന്നു. വസ്തുത അതല്ല. 2025 ഓഗസ്റ്റ് 1-ന് മുമ്പ് എന്തായിരുന്നു അമേരിക്ക ഇന്ത്യയിൽ നിന്നും അവിടെ ഇറക്കുമതി ചെയ്ത ഗുഡ്സിന് മേൽ ചുമത്തിയിരുന്ന നികുതി? 2.3%. അതിവിടെ ആരും മനസ്സിലാക്കുന്നില്ല. 2.3%-ൽ നിന്നുമാണ് അത് 25% ആക്കി, വീണ്ടും അത് 50% ആക്കി. അവിടെ നിന്നുമാണ് ഇപ്പോൾ 18% ആക്കിയിരിക്കുന്നത്. അപ്പോൾ തന്നെ ഓർത്തേ, ഒരു വർഷം മുമ്പ് 2.3% ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ 18% ആക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് ഇന്ത്യക്ക് ഉള്ള നേട്ടം എന്ന് പറയുന്നത്? അപ്പോൾ എന്താ, ഇന്ത്യയെ അമേരിക്ക വരച്ച വരയിൽ കൊണ്ടുവരണം. $130 കോടി അഗ്രികൾച്ചർ മേഖലയിൽ മാത്രമുള്ള അമേരിക്കയുടെ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ മേൽക്കൈ നേടണം. ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു താരിഫിന്റെ പ്രശ്നമല്ല. ഇത് വളരെ കൃത്യമായി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു വാണിജ്യ കരാർ ഒപ്പുവെച്ചിരിക്കുന്നു. ഇന്ത്യ പൂർണ്ണമായി സറണ്ടർ ചെയ്തിരിക്കുന്നു. ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട്, 0% താരിഫ്. ഏത് കാര്യങ്ങളിലാണ്? അഗ്രികൾച്ചർ മേഖലയിൽ. ഞാൻ പറഞ്ഞതുപോലെ $130 കോടി ട്രേഡ് ഡെഫിസിറ്റ് ആണ് അമേരിക്കയ്ക്കുള്ളത്. ഒന്നുകിൽ അത് അമേരിക്കയ്ക്ക് ഇന്ത്യയുമായി ഈക്വലൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ത്യയുടെ മുകളിൽ വരണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അമേരിക്കയിൽ നിന്നും ഇങ്ങോട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ 0% തീരുവ ചുമത്തണം. അതാണ് ഇവിടുത്തെ ഏറ്റവും. അതുകൊണ്ടാണ് 48 മണിക്കൂറായിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു മൗനി ബാബിയായി തുടരുന്നത്. ഈ 48 മണിക്കൂർ പാർലമെന്റ് സമ്മേളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കൃത്യമായ മറുപടി പറയുവാൻ എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കഴിയുന്നില്ല? 50 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇങ്ങനെ ഒരു പ്രഖ്യാപനം വാസ്തവവിരുദ്ധമാണോ? അങ്ങനെയെങ്കിൽ അത് വാസ്തവവിരുദ്ധമാണ്, ട്രംപ് നുണ പറയുകയാണ് എന്ന് പറയാനുള്ള ആർജവത്വം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കല്ലേ? ഇന്ത്യ പൂർണ്ണമായി സറണ്ടർ ചെയ്തിരിക്കുന്നു. നമ്മൾ അറിയണം, ലോകത്തെ ഏറ്റവും വലിയ കാർഷിക വിപണിയിൽ ഒന്നാണ് ഇന്ത്യയുടേത്. $480 ബില്യൺ നമ്മുടെ കാർഷിക വിപണിയുടെ ആകെ മൂല്യം എന്ന് പറയുന്നത്. ആദ്യം മോദി അത് സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കാൻ നോക്കി, കാർഷിക നിയമങ്ങൾ കൊണ്ടുവന്നു. അതിശക്തമായ പ്രക്ഷോഭം ഇന്ത്യയിലുണ്ടായി. ഇന്ത്യയിലെ കർഷകർ തെരുവിലിറങ്ങി മോദിയുടെ ആ സ്വകാര്യവൽക്കരണ നീക്കത്തെ ചെറുത്തു തോൽപ്പിച്ചു. ഇപ്പോൾ മോദി എന്താ
അമേരിക്കയിൽ നിന്നുള്ള കാർഷിക വിപണിക്ക് ഇന്ത്യയിൽ പരവതാനി വിധിച്ചു കൊടുക്കുക. ഇന്ത്യ സറണ്ടർ ചെയ്തിരിക്കുന്നു. എവിടെ പോയി നമ്മുടെ രാജ്യത്തിന്റെ ആത്മാഭിമാനം? ദേശീയതയെക്കുറിച്ചും രാജ്യസ്നേഹത്തെക്കുറിച്ചും നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ശ്രീ നരേന്ദ്രമോദിയുടെ, ശ്രീ BJPയുടെ ദേശസ്നേഹം എവിടെ പോയി? നിങ്ങൾ അറിയണം, നമുക്കൊരു ചരിത്രമുണ്ട്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. 1969 NPT എന്ന് പറയുന്ന ഉടമ്പടി ഉണ്ടായിരുന്നു, ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി. ഇന്ത്യ അതിനകത്ത് ഒപ്പുവെക്കാൻ വേണ്ടി അമേരിക്ക പഠിച്ച പണി 18 നോക്കി. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ലുസാക്കയിൽ ചേർന്ന് ചേരിചേര യോഗത്തിൽ പ്രഖ്യാപിച്ചു, ആണവോർജം എന്ന് പറയുന്നത് 3-ാം ലോക രാജ്യങ്ങളുടെ അവകാശമാണ്. നമ്മൾ എന്ത് ഫൈറ്റ് ചെയ്താലും അത് നമ്മൾ സ്വന്തമാക്കും. ഒരു അമേരിക്കയുടെ തിട്ടൂരത്തിനും ഇന്ത്യ അടങ്ങത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് NPT കരാറിൽ നമ്മൾ ഒപ്പുവെക്കാതിരുന്നു. 1994 പൊക്രാനിൽ അമേരിക്കൻ ഭീഷണിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യ ഒരു ആണവ ശക്തിയാണെന്ന് ഇന്ദിരാഗാന്ധി തെളിയിച്ചു. പിന്നീട് വന്ന BJP ഗവൺമെന്റ് നമുക്കറിയാം, 1998 AB വാജ്പേയി ഗവൺമെന്റ് ആ NPTയുടെ പുതിയ പതിപ്പായിട്ടുള്ള CTBTയിൽ ഒപ്പുവെക്കുക ചെയ്യുന്നത്. വീണ്ടും ഞാൻ പറഞ്ഞ ചരിത്രം, ആണവ കരാർ 1-2-3 അഗ്രിമെന്റ് നമുക്കറിയാം. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി എന്ന കാലത്ത് 1-2-3 അഗ്രിമെന്റ് അമേരിക്ക പഠിച്ച പണി 18 നോക്കി. അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ച് ഇന്ത്യയെ കൊണ്ട് ആ കരാറിൽ ഒപ്പുവെക്കാൻ വേണ്ടി മൻമോഹൻ സിംഗ് ധീരമായി ചേർത്തു വന്നു. അവസാനം എന്താ? ഇന്ത്യ പറഞ്ഞ മുഴുവൻ ടേംസ് ആൻഡ് കണ്ടീഷൻസും അംഗീകരിച്ചുകൊണ്ട് അവസാനം 1-2-3 അഗ്രിമെന്റിൽ ഒപ്പുവെക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതെന്താ? അമേരിക്കയുടെ മുമ്പിൽ പഞ്ചപുച്ഛ മടക്കി കീഴടങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് ഈ രാജ്യം. എവിടെ പോയി? 56 ഇഞ്ച് നെഞ്ചളവുണ്ട് എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഇവിടെ പൂർണ്ണമായും അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് കീഴടങ്ങിക്കൊണ്ട് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് കീഴടങ്ങുകയും രാജ്യത്തിന്റെ താല്പര്യം ഹനിക്കുകയും ചെയ്യുന്നു എന്നാണ് താങ്കളുടെ പോയിന്റ്. ശ്രീ M. പ്രശാന്ത്, സത്യത്തിൽ ഈ കാര്യത്തിൽ സർക്കാർ ഇപ്പോൾ ഈ ഒളിച്ചു കളിക്കുന്നത് എന്തിനായിരിക്കും? ഒരു ദുരൂഹത ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നു. സത്യത്തിൽ ട്രംപ് പ്രഖ്യാപിച്ച ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പോകാൻ പോവുകയാണോ? അല്ലെങ്കിൽ നമ്മൾ റഷ്യയുമായിട്ടുള്ള നമ്മുടെ ഡീലിന്റെ ഒരു സ്റ്റാറ്റസ് എന്താണ്? ഇതൊക്കെ വിശദീകരിക്കാൻ സർക്കാരിനെ തടസ്സപ്പെടുത്തുന്ന ഘടകം എന്തായിരിക്കും ശ്രീ പ്രശാന്ത്? നിഷ, സർക്കാരിൻ്റെ ഈ മൗനം കാണുമ്പോൾ ഒരു കാര്യം നിസ്സംശയം നമുക്ക് ഉറപ്പിക്കാനാവും. അത് ട്രംപ് എന്തൊക്കെ അവകാശവാദങ്ങളാണോ നടത്തിയിരിക്കുന്നത്, ഏതാണ്ട് ആ ദിശയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അമേരിക്കൻ താല്പര്യങ്ങൾക്ക് മുന്നിൽ സമ്പൂർണ്ണമായി തന്നെ മോഡി സർക്കാർ കീഴടങ്ങിയ ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ കരാറിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ സർക്കാർ മടിക്കുന്നത്, അത് പരസ്യപ്പെടുത്താനും സർക്കാർ മടിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, പാർലമെൻറ്റിൻ്റെ ബജറ്റ് സമ്മേളനം നടക്കുകയാണ്. പാർലമെൻറ്റിൽ ഇതിനോടകം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ കൂട്ടായി ആവശ്യപ്പെട്ട് കഴിഞ്ഞു, ഈ കരാറിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടണം, അത് പാർലമെൻറ്റിൻ്റെ മേശപ്പുറത്ത് വെക്കണം. സർക്കാർ അതിനോട് പ്രതികരിക്കാൻ ഇനിയും തയ്യാറായിട്ടില്ല. കാരണം ഈ പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടാൽ അത് ഇന്ത്യയിലെ കാർഷിക മേഖലയ്ക്ക്, മറ്റ് മേഖലകൾക്കൊക്കെ തന്നെ വലിയ തിരിച്ചടിയായി മാറുമെന്ന യാഥാർത്ഥ്യം പൊതുജന സമക്ഷത്തിലേക്ക് എത്തുമ്പോൾ അത് പ്രതിപക്ഷ പാർട്ടികൾ വലിയൊരു ആയുധമാക്കുമെന്നും അത് വലിയ രാഷ്ട്രീയ തിരിച്ചടിയായി മാറുമെന്നുമുള്ള ബോധ്യം സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ നിശബ്ദത പാലിക്കുന്നത്. അത് പരമാവധി നീട്ടിക്കൊണ്ടുപോകുക. കാരണം ഈ പാർലമെന്റ് സെഷന്റെ ആദ്യഘട്ടം ഈ 13-ന് അവസാനിക്കും. എന്തായാലും 13-ാം തീയതി വരെ ഈ കരാറിന്റെ കാര്യത്തിൽ ഒരു പ്രഖ്യാപനവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരാൻ ഇടയില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. വാണിജ്യ മന്ത്രാലയ വൃത്തങ്ങൾ തന്നെ പറഞ്ഞ് ഞങ്ങൾ അത് അടുത്ത ആഴ്ച ഈ കരാറിന്റെ കാര്യങ്ങൾ പുറത്ത് വിട്ടേക്കും എന്ന രീതിയിലാണ്. അതിലൊന്നും ഒരു ഉറപ്പ് പറയാൻ അവർക്ക് ആവുന്നില്ല. അപ്പോൾ പരമാവധി ഇത് ഒരു രഹസ്യമാക്കി വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം കഴിയുന്നത് വരെയെങ്കിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക. ആ ഒരു തന്ത്രമാണ് ഇപ്പോൾ BJP സർക്കാർ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സർക്കാരിന്റെ ഈ മൗനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത് ഈ പറയുന്ന ട്രംപ് എന്തെല്ലാം പറഞ്ഞു ആ രീതിയിൽ തന്നെയാണ് കരാർ വരാൻ പോകുന്നത്. ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് തികച്ചും വിരുദ്ധമായ, ഇന്ത്യയിലെ കോടിക്കണക്കായ കർഷകർക്കും മറ്റ് ജനവിഭാഗങ്ങൾക്കും വലിയ തിരിച്ചടി ഉണ്ടാവുന്ന അങ്ങേറ്റം ദോഷകരമായ ഒരു കരാറിലേക്കാണ് ഇന്ത്യ എത്തിപ്പെട്ടിരിക്കുന്നത്. ഇവിടെ പ്രിയപ്പെട്ട NDAയുടെ സുഹൃത്ത് ഇവിടെ പറയുന്നത് കേട്ടു, കരാർ എന്തോ വലിയ നേട്ടമാണ് ഉണ്ടാക്കുന്നത്, ഓഹരി വിപണിയിൽ വലിയ കുതിപ്പുണ്ടായി, രൂപയുടെ മൂല്യത്തിൽ വർധനമുണ്ടായി എന്നൊക്കെ. ഓഹരി വിപണിയിൽ കുതിപ്പുണ്ടായിട്ടുണ്ട്, അത് സ്വാഭാവികമാണ്. കാരണം ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്ക് അത് ചെറിയൊരു ഊർജ്ജം, ഒരു ഉണർവ് പകരുന്ന ഒരു പ്രദേശം 50-ൽ നിന്ന് 18-ലേക്ക് താഴുമ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും ഒരു ആശ്വാസം കിട്ടുമല്ലോ. അതിൻ്റെ ഒരു ഉയർച്ചയാണ് ഈ പറയുന്ന ഓഹരി വിപണിയിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ കരാറിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആ ഉയർച്ച അതേപോലെ തന്നെ ഇടിയാനുള്ള എല്ലാ സാധ്യതയുമാണ് നിൽക്കുന്നത്. നമുക്കറിയാം, അമേരിക്ക വളരെ വ്യക്തമായി ട്രംപ് പറഞ്ഞു കഴിഞ്ഞു, ട്രംപിൻ്റെ വാണിജ്യ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു, ട്രംപിൻ്റെ കൃഷി സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു, ട്രംപിൻ്റെ പ്രസ് സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു. ഇവരെല്ലാം പറഞ്ഞിരിക്കുന്നത് ഒരേ സ്വരത്തിലാണ്. അതായത് കാർഷികോൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് തീരപരഹിതമായി ഇന്ത്യയിലേക്ക് ഒഴുകും. ഇന്ത്യ
അടുത്ത 5 വർഷക്കാലങ്ങളിലേക്ക് 500 ശതകോടി അമേരിക്കൻ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാമെന്ന ഉറപ്പ് നൽകി കഴിഞ്ഞു. അതായത് അടുത്ത 5 വർഷക്കാലത്തേക്ക് ഓരോ വർഷവും പ്രതിവർഷം 10,000 കോടി US ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാമെന്ന ഉറപ്പ് ഇന്ത്യ നൽകി എന്നാണ് അമേരിക്കൻ ഭരണ നേതൃത്വം എല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ ഒരേ ശബ്ദത്തിൽ പറയുന്നത്. അപ്പോൾ ഇത് ഏതൊക്കെ മേഖലകളിലാണ് ഇത് വരുന്നത്? അതൊന്ന് കാർഷിക മേഖല, നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല. പിന്നെ വരുന്നത് ടെക്നോളജി, പിന്നെ വരുന്നത് ആണവ ഉപകരണങ്ങൾ, പിന്നെ വരുന്നത് വിമാന ഭാഗങ്ങൾ, ഇങ്ങനെ തുടങ്ങി നമ്മളെ വലിയ തോതിൽ ബാധിക്കുന്ന വിപുലമായ മേഖലകളിൽ അമേരിക്കയിൽ നിന്ന് ഇത്രയും കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ, സാധാരണ ഒരു വ്യാപാര കരാറിൽ അത്തരം ഒരു അളവ് സംബന്ധമായ ഒരു ധാരണയൊന്നും ഉണ്ടാവാറില്ല. തീരുവ സംബന്ധമായ ഒരു ധാരണ ഉണ്ടാവുന്നത്. ഉൽപ്പന്നങ്ങളെ തീരുവ നിരക്ക് ഇങ്ങനെയാക്കാം, ആ നിലയിലാക്കാം എന്നൊരു ധാരണയിലേക്കാണ് പോവുക. ഇവിടെ പക്ഷേ അതിനും അപ്പുറം കടന്ന് ഞങ്ങൾ ഇത്രയും തുകയുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് നിർബന്ധമായി വാങ്ങിക്കൊള്ളാം എന്ന ഉറപ്പാണ് ഇന്ത്യ ഈ കരാറിന്റെ ഭാഗമായി നൽകിയിരിക്കുന്നത്. ആ കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് പാലിക്കാൻ ഇന്ത്യ ബാധ്യസ്ഥരായിരിക്കും. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച സുഹൃത്ത് പറഞ്ഞു, ഇന്ത്യയും അമേരിക്കയുമായുള്ള വ്യാപാരത്തിൽ ഇന്ത്യക്കാണ് ഇപ്പോൾ മേൽക്കൈ. ഇന്ത്യക്ക് വ്യാപാരം മിച്ചമുള്ള ചുരുക്കം രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക. ഇപ്പോൾ പ്രതിവർഷം ഏതാണ്ട് 3.5 ലക്ഷം കോടി രൂപയുടെ ഒരു വ്യാപാര മിച്ചമാണ് അമേരിക്കയുമായുള്ള കച്ചവടത്തിൽ ഇന്ത്യക്കുള്ളത്. പക്ഷേ നമ്മൾ 10,000 കോടി അമേരിക്കൻ ഡോളർ, അതായത് ഏതാണ്ട് 10 ലക്ഷം കോടി രൂപയുടെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ പ്രതിവർഷം വാങ്ങാമെന്ന ഒരു ഉറപ്പ് രേഖാമൂലം നൽകി കഴിയുമ്പോൾ നിശ്ചയമായും ഈ വ്യാപാരം മിച്ചം കൂടി നമുക്ക് ഇല്ലാതാവും. നിലവിൽ തന്നെ ഇന്ത്യ കയറ്റിറക്കുമതിയുടെ കാര്യത്തിൽ എന്താ പറയുക, നഷ്ടം നേരിടുന്ന ഒരു രാജ്യമാണ്. ആ നഷ്ടം കൂടുതൽ വിപുലമാകുന്ന ഒരു സാഹചര്യമാണ് ഈ കരാറിലൂടെ ഉരുത്തിരിയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗം വിശദീകരിക്കാൻ സർക്കാർ കുറച്ച് പ്രയാസപ്പെടുമെന്നാണ് പ്രശാന്ത് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ശ്രീമതി മേരി ജോർജ്, ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ട്രേഡ് ഡീൽ ഉണ്ടല്ലോ, അത് ഗുണമാകുമെന്ന് പീയൂഷ് ഗോയൽ ലോക്സഭയിൽ ഒന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാരെ അത് സ്വാധീനിക്കാൻ അല്ലെങ്കിൽ ഗുണപ്പെടുന്ന കാര്യമാണ്. ഇന്ത്യൻ എക്സ്പോർട്സിന് ഭയങ്കരമായിട്ടുള്ള ഗുണം വരാൻ പോവുകയാണ്. പിന്നെ അതുമാത്രമല്ല, ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട കാർഷിക ഡയറി സെൻസിറ്റീവ് സെക്ടേഴ്സിനെ എല്ലാം സംരക്ഷിക്കും, പൂർണ്ണമായിട്ടുള്ള ഓപ്പണിംഗ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കരാർ നമുക്ക് ഗുണമാകാൻ പോകുന്നു എന്നാണ് സർക്കാർ വിശദീകരിക്കാൻ ശ്രമിക്കുന്ന കാര്യം. ഇനി ടോട്ടൽ നമുക്ക് പുറത്തു നോക്കുമ്പോൾ ഈ കരാർ ഇന്ത്യക്ക് എന്തുമാത്രം ഗുണപരമാണ്, അതോ അങ്ങേയറ്റം അപകടകരമാണോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അതായത് അങ്ങേയറ്റം അപകടകരമാണ് എന്ന് ഞാൻ പറയുന്നില്ല. അതേ സമയത്ത് അങ്ങേയറ്റം പ്രയോജനകരമാണ് എന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇതിനകം അതായത് നമ്മൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ എത്തുന്നതിന് മുൻപ് ആ എഗ്രിമെൻറ്റ് സംസാരത്തിൽ എഗ്രിമെൻറ്റിൽ എത്തിയിട്ടേ ഉള്ളൂ. ആ എഗ്രിമെൻറ്റും റിട്ടേൺ ആയിട്ട് നടപ്പാക്കാൻ തുടങ്ങുന്നത് ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് എപ്പോഴെങ്കിലുമാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് പ്രവർത്തനക്ഷമമായിട്ടില്ല ഇതുവരെയും. അപ്പോൾ അത് തീർച്ചയായിട്ടും ആ യൂറോപ്യൻ യൂണിയനുമായിട്ടുണ്ടായ ആ എഗ്രിമെൻ്റ് ഒരു പക്ഷേ ട്രംപിനെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. എന്ന് വെച്ചാൽ ട്രംപിൻ്റെ സ്വാധീന വലയത്തിൽ നിന്ന് ഇന്ത്യ വിട്ടുപോകുന്നോ എന്ന ഒരു ഭയം ട്രംപിനുണ്ടായിട്ടുണ്ടാകാം. അത് ഈ എഗ്രിമെൻ്റ് ഇത്രയും നേരത്തെ അല്ല, ശരിക്കും പറഞ്ഞാൽ ഡിസംബറിന് മുൻപ് തന്നെ ഈ എഗ്രിമെൻ്റ് ഉണ്ടാകുമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. കാരണം ഡിസംബറിന് മുൻപ് തന്നെ 7 വട്ട ചർച്ചകൾ ഇന്ത്യയുടെ ട്രേഡ് വകുപ്പും അമേരിക്കൻ ട്രേഡ് വകുപ്പും തമ്മിൽ നടന്നിരുന്നു എന്ന് നമുക്കറിയാം. നമ്മൾ മാധ്യമങ്ങളിലൊക്കെ അത് കണ്ടതാണ്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ. അപ്പോൾ അങ്ങനെ നടന്നിട്ടും അതുകൊണ്ട് ഡിസംബർ അവസാനത്തോടെ എങ്കിലും ഇത് നടക്കുമെന്ന് വിചാരിച്ചു. ഓഗസ്റ്റ് 27-നാണല്ലോ 50% താരിഫായിട്ട് അമേരിക്ക ഏകപക്ഷീയമായിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ ഇന്ത്യയുടെ ഏറ്റവും വലിയ ബയർ, നേരത്തെ അവിടെ പലരും സൂചിപ്പിച്ചു, നമുക്ക് ട്രേഡ് സർപ്ലസ് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് അമേരിക്ക. അപ്പോൾ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര ബന്ധം തീർച്ചയായിട്ടും നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ച് അനിവാര്യം എന്ന് തന്നെ പറയണം. അത് നമ്മൾ അമേരിക്ക ആയതുകൊണ്ട് തള്ളിപ്പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ട്രംപിൻ്റെ മുഷ്ക് ട്രംപ് ആഗ്രഹിക്കുന്നത് ലോകം മുഴുവനും സ്വന്തം ചുറ്റുവട്ടത്തിൽ, അതായത് അയാൾക്ക് ചുറ്റും കിടന്ന് കറങ്ങണം എന്നാണ് അയാൾ ആഗ്രഹിക്കുന്നത്. അതിനൊരു കാരണവശാലും ഇന്ത്യ കീഴ്പ്പെട്ടു കൊടുക്കാൻ പാടില്ല താനും. അതിൻ്റെ ട്രംപിൻ്റെ ആ ദുരുദ്ദേശം, അതുകൊണ്ടാണല്ലോ ട്രംപ് യുണൈറ്റഡ് നേഷൻസിൽ നിന്ന് വിട്ടുനിൽക്കുന്നു, WHO-യിൽ നിന്ന് വിട്ടുനിൽക്കുന്നു, അവർക്കൊക്കെയുള്ള ഗ്രാൻഡ് ഇല്ലാതെയാക്കുന്നു, അങ്ങനെ ലോകത്തെ മുഴുവനും ബുദ്ധിമുട്ടിലാക്കുക.
ആ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് അയാൾ ഒരു പീസ് ബോർഡ്, സമാധാന ബോർഡ് സ്ഥാപിക്കുന്നു. ആ സമാധാന ബോർഡിലേക്ക് ഓൾറെഡി 19 രാജ്യങ്ങൾ അംഗങ്ങളായി. അവരെയൊക്കെ ഏതെങ്കിലും തരത്തിലൊക്കെ ഭീഷണിപ്പെടുത്തി അവർക്കൊക്കെ ചെറിയ താരിഫ് ഇട്ടുകൊടുത്ത് അങ്ങനെയൊക്കെ വശീകരിക്കുകയാണ് ചെയ്തത്. അതുപോലെ ഇന്ത്യയും വരുമെന്ന് കരുതി പോയില്ല. ഒരുപാട് രാജ്യങ്ങൾ അതിനെതിരായി നിൽക്കുന്നു. കാനഡയൊക്കെ വളരെ ശക്തമായ നിലപാട് ട്രംപിൻ്റെ ആ ആവശ്യത്തിനെതിരെ ഉയർത്തി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ആ ട്രേഡ് എഗ്രിമെൻ്റ് തീർച്ചയായിട്ടും ഒരു ആശങ്ക ട്രംപിൽ ഉണ്ടാക്കിയിട്ടുണ്ടാകണം. അതുകൊണ്ടാകണം അദ്ദേഹം ഇപ്പോഴെങ്കിലും ഈ ട്രേഡ് എഗ്രിമെന്റ് നമ്മളെ യൂറോപ്യൻ യൂണിയനുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാർ സ്വാഭാവികമായിട്ടും ട്രംപിനെ ട്രിഗർ ചെയ്തിട്ടുണ്ടാവും. എന്ന് മാത്രവുമല്ല, അമേരിക്കൻ ആഭ്യന്തര വിപണിയിൽ ഈ കരാർ അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ അധിക തീരുവ അവരെയും എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് കാണേണ്ട കാര്യമാണ്. ട്രംപ് ഡീൽ ഉണ്ടാക്കാൻ വൈകുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഡീൽ മേക്കർ എന്ന് പറയുന്ന ഇമേജിനെ ബാധിച്ചു. കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യയെ, അതായത് ട്രംപ് സമ്മർദ്ദത്തിലായതുകൊണ്ടാണ് ട്രംപ് ഈ കരാർ ഉണ്ടാക്കിയതെന്ന് എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക? കാരണം ഇപ്പോഴും ട്രംപിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടു. 3% ഉണ്ടായിരുന്ന നികുതി 18 നമ്മളിപ്പോൾ ഉറപ്പിച്ചിട്ടുള്ളതെന്ന് കാര്യം ഓർക്കണം. ഒന്ന്, നമ്മൾ റഷ്യയുമായിട്ട് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കുന്ന എണ്ണ നമ്മൾ നിർത്താൻ പോവാണ്. നമ്മൾ ഇതുവരെ ക്ലോസ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ സെൻസിറ്റീവ് ഓപ്പൺ ഏരിയാസ് എല്ലാം നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. പിന്നെ അമേരിക്കയ്ക്ക് എന്താ പോയത്? അമേരിക്ക അവരുടെ ഗുണത്തോടെ തന്നെയല്ലേ ഈ കരാർ ഉണ്ടാക്കിയത്. ഇന്ത്യക്ക് എന്ത് കിട്ടി? ഞാൻ പറയാം, എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ സമ്മതിച്ചാൽ, അതായത് ഇതുവരെ ഉണ്ടായിരുന്ന നമുക്ക് അമേരിക്കയോട് നമ്മൾ ചുമത്തിയിരുന്ന തീരുവ എന്ന് പറയുന്നത് 13.5% ശരാശരി തീരുവായി. ഒരു 0 തീരുവായിലാണ് നമ്മുടെ ഫിഷ് അതുപോലെ മറൈൻ പ്രോഡക്ട്സ് ഒക്കെ എക്സ്പോർട്ട് ചെയ്തിരുന്നത്. 3.5% പോകുന്ന ഉൽപ്പന്നങ്ങളുണ്ടായിരുന്നു. ഏറ്റവും ഉയർന്ന തീരുവ 13.5%. അതൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് ഇപ്പോൾ ഈ 18% തീരുവയിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ അന്നേരം ഓർക്കേണ്ട, ഞാൻ ട്രംപിന് വേണ്ടി വാദിക്കുകയല്ല. ഞാൻ പറയുന്നില്ല ഇന്ത്യൻ വിപണി തുറന്നു കൊടുത്തു എന്ന് ഞാൻ പറയുന്നുമില്ല. കാരണം അത് പീയൂഷ് ഗോയലും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ഒക്കെ പുറത്ത് പറയട്ടെ. അതുവരെ നമുക്ക് അതായത് ട്രംപുമായിട്ട് 25% 50% ആക്കിയതിന് ശേഷവും എഗ്രിമെന്റിൽ എത്താതിരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ട്രംപ് മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട ആവശ്യം അമേരിക്കൻ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, സോയാബീൻ പോലെയുള്ള ഉൽപ്പന്നങ്ങളും പാലുൽപ്പന്നങ്ങളും ഇന്ത്യയിൽ ഡംപ് ചെയ്യും. എന്താണ് ഡംപ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അവരുടെ ഉൽപാദന ചെലവിനേക്കാൾ കുറഞ്ഞ വിലയിൽ ഇന്ത്യയിൽ വിൽക്കുക. എന്താണ് അതിൻ്റെ ഉദ്ദേശം? അതായത് ഇന്ത്യൻ വിപണി പിടിച്ചടക്കുക. ട്രംപിനറിയാം 146 കോടി 39 ലക്ഷം ജനങ്ങളുള്ള ഒന്നാമത്തെ പോപ്പുലേഷനായിട്ടുള്ള ഇന്ത്യ, ആ ഇന്ത്യയുടെ കാർഷിക വിപണി, ആ ഇന്ത്യയുടെ വിപണി തന്നെ പിടിച്ചെടുക്കാൻ പറ്റിയാൽ അമേരിക്കയെ സംബന്ധിച്ച അത് ഏറ്റവും വലിയ ലഭ്യതയാണ്, ലാഭമാണ്. അതുകൊണ്ട് ഇവിടുത്തെ കാർഷിക വിപണി അപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വളരെ ശക്തമായി, അല്ലെങ്കിൽ നമ്മുടെ ട്രേഡ് എഗ്രിമെന്റിന് ശ്രമിച്ചിരുന്ന നമ്മുടെ സ്റ്റേറ്റ്സ്മെൻ അവർ വളരെ ശക്തമായിട്ട് പറഞ്ഞു, ഇവിടുത്തെ ഈ 146 കോടി 39 ലക്ഷത്തിൻ്റെ 48 ലക്ഷം പേര് ജീവനോപാധി കണ്ടെത്തുന്ന മേഖലയാണ് കൃഷി. അപ്പോൾ അങ്ങനെയുള്ള കൃഷി, അതിൽ തന്നെ ഓർക്കണം, നമ്മുടെ നാമമാത്ര ചെറുകിട ഇടത്തരം കർഷകരാണ് 68% ഇന്ത്യയിൽ. അവരെ മുഴുവനും പട്ടിണിയിലേക്ക് ആക്കിക്കൊണ്ട് ഇവിടുത്തെ കൃഷിയെ സാബോട്ടാഷ് ചെയ്ത് അമേരിക്കയുമായിട്ടൊരു ഡീൽ പറ്റില്ല. അത് കട്ടായം പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് വെബ്സൈറ്റിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് അങ്ങനെ പറഞ്ഞപ്പോഴാണ് ട്രംപ് അത് അതായത് അമേരിക്കയുടെ കൃഷി എന്താണ്, 2% പോപ്പുലേഷൻ, അമേരിക്കയുടെ 33.3 കോടി ജനതയിലെ 2% മാത്രമാണ് കൃഷിയുമായിട്ട്, അത് കോർപ്പറേറ്റൈസ്ഡ് ആണ് കൃഷി. ആ കോർപ്പറേറ്റൈസ്ഡ് കർഷകരുടെ ലാഭമാണ് ട്രംപിൻ്റെ ഉദ്ദേശം. പക്ഷേ ഇവിടെ നമ്മുടെ ഈ 48% പേർ കൃഷിയിലാണ് എന്ന് മാത്രവുമല്ല, നമ്മൾ സ്വയം പര്യാപ്തമാണ് കൃഷിയിൽ, ഭക്ഷ്യോൽപാദനത്തിൽ. നമുക്ക് നല്ല കയറ്റുമതിയുമുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ ആ കണ്ടീഷൻ അംഗീകരിക്കാതിരുന്നത് കൊണ്ടാണ് ഈ 50%. അതുപോലെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അതും നമ്മുടെ ഗവൺമെൻറ് സമ്മതിച്ചില്ല. പിന്നെയും ഉണ്ട് നമുക്ക് റഷ്യയിൽ നിന്ന് നമ്മൾ പൊട്ടാസിക് ഫെർട്ടിലൈസേഴ്സ് പൂർണ്ണമായിട്ടും റഷ്യയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. അത് നമ്മുടെ കൃഷിയുടെ ചങ്കാണ്. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് അവിടെ നിന്ന്. അപ്പോൾ അവിടെ നിന്നുള്ള
അത് മാത്രവുമല്ല, ഇപ്പം ഇവിടെ ആരും പറയാത്ത ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരം അവനവൻ്റെ കറൻസിയിലാണ്. ഇന്ത്യൻ റുപ്പിയിലും റഷ്യൻ യൂറോയിലുമാണ്. അപ്പോൾ അത് അമേരിക്കൻ ഡോളർ അവിടെ ഉപയോഗിക്കുന്നില്ല. ഓർമ്മയുണ്ടല്ലോ, പിന്നെ ട്രംപ് ഭരണത്തിൽ വരുമ്പോൾ തന്നെ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് കറൻസി ആയിട്ട് അമേരിക്കൻ ഡോളറിനെ മാറ്റുക, ഇങ്ങനെ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ ലക്ഷ്യങ്ങൾക്കൊന്നും ഇന്ത്യ സമ്മതിക്കുന്നില്ല എന്ന് വന്നതോടുകൂടിയാണ് 25% തീരുവായ 50% റേസ് ചെയ്യുന്നത്. അതിനുശേഷം അതാ നമ്മുടെ അമേരിക്കയുമായിട്ടുള്ള വ്യാപാരത്തിന്റെ നോക്കുക, 1015 കോടി വരെ ആയിരുന്നു നമുക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച്. എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത് ശ്രീമതി മേരി ജോർജ്, ഞാൻ ചോദിക്കുന്നത് നമ്മളിപ്പോൾ ഈ പുതിയൊരു കരാറിലേക്ക് വന്നിരിക്കുന്നു. ഞാൻ നീണ്ടുപോകുന്നുണ്ടായിരുന്നു ഇവിടെ കേട്ടോ. നമ്മളൊരു പുതിയ കരാറിലേക്ക് വന്നിരിക്കുന്നു. ആ കരാറിൽ ഇന്ത്യയുടെ ഗുണം എന്താണ്? അതായത് നേരത്തെ ഉണ്ടായിരുന്ന 3 to 4% നികുതി നമ്മൾ 18 ഉറപ്പിച്ചു. 50 വരെ കൊണ്ടുപോയിട്ട് തിരിച്ച് 3ലേക്ക് 10 താഴേക്ക് ട്രംപ് കൊണ്ടുവന്നില്ല, 18 വെച്ചേക്കുന്നത്. ഇന്ത്യയുടെ താല്പര്യം ഹനിക്കപ്പെട്ടു. നമ്മൾ ഈ ഡയറി ആൻഡ് കാർഷിക മേഖലയിൽ ഫുൾ ഓപ്പൺ അനുവദിച്ചിരുന്നില്ല, പറ്റില്ല എന്നുള്ള നിലപാടായിരുന്നു ദീർഘകാലമായി ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്തു, സർക്കാർ അത് ഭാഗികമായി സമ്മതിക്കുന്നുണ്ട്. എവിടെ ആർക്കാ നഷ്ടം? നമുക്കാണ് നഷ്ടം. നമ്മൾ 0 താരിഫിൽ അത് ഇറക്കുമതി ചെയ്യണം. ആർക്കാ നഷ്ടം? ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് റഷ്യ നമുക്ക് എണ്ണ തന്നുകൊണ്ടിരുന്നു, നമ്മൾ നിർത്താൻ പോവുകയാണ്. ആർക്കാണ് നഷ്ടം? അതുകൊണ്ട് ട്രംപ് സമ്മർദ്ദത്തിലായതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വന്ന് കരാർ ഉറപ്പിച്ചു തന്നു എന്ന് വ്യാഖ്യാനിക്കുന്നതിൽ സത്യത്തിലൊരു വസ്തുതാ പ്രശ്നമില്ലേ? ഞാൻ പറഞ്ഞില്ല ട്രംപ് സമ്മർദ്ദത്തിലായെന്ന്. ട്രംപിന് അറിയാൻ ട്രംപിന് സമ്മർദ്ദത്തിലാകേണ്ട കാര്യമൊന്നുമില്ല. ഇന്ത്യ അവസാനം ട്രംപിന്റെ മുൻപിൽ തന്നെ സമ്മർദ്ദത്തിലെത്തുമെന്ന്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്കൻ വിപണി അത്യാവശ്യമായ ഒരു വിപണിയാണ്. യൂറോപ്യൻ യൂണിയൻ വിചാരിച്ചാൽ അമേരിക്ക വാങ്ങുന്നത്ര വാങ്ങാൻ പറ്റില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അമേരിക്ക ഏറ്റവും ലാർജസ്റ്റ് GDP ഉള്ള ഒരു രാജ്യമാണ്. താങ്കൾ ഓർമ്മിക്കണം, ഇന്ത്യയിൽ നിന്ന് അമേരിക്കയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ, സ്വർണ്ണ വജ്ര ആഭരണങ്ങൾ, അമേരിക്കൻ ഇക്കോണമി റിച്ച് ഇക്കോണമി ആയതുകൊണ്ടാണ് അത്രയധികം സ്വർണ്ണ വജ്ര ആഭരണങ്ങൾ നമുക്ക് അങ്ങോട്ട് കയറ്റി അയക്കാൻ പറ്റുന്നത്. അതുപോലെ തുകൽ ഉൽപ്പന്നങ്ങൾ, അതായത് ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള നമ്മുടെ അപ്പാരൽ ഇൻഡസ്ട്രി, ഒരു കാര്യമുണ്ട്, അമേരിക്കയിൽ ധാരാളം ഇന്ത്യക്കാരുള്ള രാജ്യമാണെന്ന് കൂടി ഓർക്കണം. അപ്പോൾ അതുകൊണ്ടുകൂടി അമേരിക്കൻ ഇക്കോണമിക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വളരെ പ്രിയപ്പെട്ടതാണ്. അങ്ങനെ വലിയ തോതിൽ കയറ്റുമതി ചെയ്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ട്രേഡ് സർപ്ലസ് തന്നിരുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്ക, അതായത് താങ്കൾ ട്രേഡിൽ നിന്നുള്ള വരുമാനം നോക്കണം. നമ്മൾ അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് വഴിയായിട്ട് 1015 കോടി ഡോളർ വരെ ഒരു മാസം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു. ആ സ്ഥാനത്ത് ഓഗസ്റ്റിലെ ട്രംപിന്റെ 50% തീരുവയാക്കിയതിന് ശേഷം അത് $600 കോടി എന്ന നിലയിലേക്ക് താണു. നമുക്ക് വലിയ ട്രേഡ് ഡെഫിസിറ്റ് ആണ് ഈ വർഷം ഉണ്ടായത്. അപ്പോഴും എന്തുകൊണ്ടാണ് നമ്മുടെ നരേന്ദ്രമോദിയും പീയൂഷ് ഗോയലും സൈലൻസ് കീപ്പ് ചെയ്യുന്നത്? അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് ട്രംപിന്റെ മുൻപിൽ ശക്തമായിട്ട് വീണ്ടും ഇവിടുത്തെ കർഷകർക്ക് വേണ്ടി, കർഷകർ ഇപ്പോൾ തന്നെ പ്രതിരോധത്തിലാണ്. അവരിപ്പോൾ തന്നെ സമര ആഹ്വാനവുമായി പുറത്തു വന്നിട്ടുണ്ട്. അവരെ മേരി ജോർജ്, ഞാൻ അപ്പുറത്തേക്ക് പോകുന്നു. എന്റെ ചോദ്യം ഈസ് സറണ്ടർ ഓർ നോട്ട് എന്നുള്ളതാണ്. ഇത് ഇന്ത്യൻ താല്പര്യങ്ങളെയും അമേരിക്കൻ താല്പര്യങ്ങളെയും എടുത്ത് മേശപ്പുറത്ത് വെച്ചാൽ ഇത് ഇന്ത്യയുടെ കീഴടങ്ങലാണോ? ഇറ്റ് ഈസ് നോട്ട് എ സറണ്ടർ. അല്ല, തീർച്ചയായിട്ടും കീഴടങ്ങലല്ല, വിട്ടുവീഴ്ചയാണ്. വിട്ടുവീഴ്ചകൾ വേണ്ടി വരും. ഈ വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരുമോ എന്ന ചോദ്യം കൂടി. ഈ വിട്ടുവീഴ്ചയ്ക്ക് നാം എത്ര വില കൊടുക്കേണ്ടി വരും? അത് കണ്ടറിയണം എന്നുള്ളത് വെച്ചാല് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും നമ്മുടെ വാണിജ്യമന്ത്രിയും പറയട്ടെ. അവരുടെ വാക്കുകൾ കേട്ടിട്ട് നമുക്ക് തീരുമാനിക്കാം. അവരെല്ലാം പറഞ്ഞാലേ കേൾക്കാൻ പറ്റുള്ളൂ. അല്ല ശ്രീ പ്രശാന്ത്, സത്യത്തിൽ ഇന്ത്യയെ ഈ കാര്യത്തിൽ സറണ്ടർ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വേറെ ഘടകങ്ങളുണ്ടോ? ഇപ്പോൾ ശരിയാണ്, അമേരിക്ക വലിയ വിപണിയാണ്. നാം വലിയ തോതിൽ അവിടേക്ക് കയറ്റുമതി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം 50% തീരുവയിലേക്ക് വന്ന് ഗേറ്റ് അടച്ചാൽ നമ്മൾ ബുദ്ധിമുട്ടും. ആ ഗേറ്റ് എങ്ങനെയും തുറക്കുക എന്നതായിരിക്കും നമ്മൾ എടുക്കുന്ന ഒരു സ്ട്രാറ്റജി. അതിൽ ചിലപ്പോൾ കോംപ്രമൈസ് വേണ്ടി വരും. അപ്പോൾ പഴയ നമ്പറിലേക്ക് ചിലപ്പോൾ നികുതി വന്നു എന്ന് വരില്ല. ഒരു മീറ്റിംഗ് പോയിന്റ് ഉണ്ടാക്കി ഇടയ്ക്ക് വെച്ച് തുറക്കുക എന്നുള്ള ഒരു സമവായം എടുക്കാൻ കഴിയൂ. അങ്ങനെ ഒരു സമവായം എടുത്തു ഇന്ത്യ എന്ന് കണ്ടാൽ മതിയോ? അതോ അതിനപ്പുറത്തേക്ക് ഉള്ള നയതന്ത്ര പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന സമ്മർദ്ദങ്ങൾ ഇതൊക്കെ ഇതിനകത്തുണ്ടോ? ഉണ്ടെങ്കിൽ അതിനകത്ത് കാണാമറയത്തുള്ള ഫാക്ടേഴ്സും ഉണ്ടോ?
നോക്കൂ നിഷാദ്, ഇവിടെ ഇപ്പം ശ്രീമതി മേരി ജോർജ് പറഞ്ഞ പോലെ മോഡി സർക്കാർ ഭയങ്കരമായി ഇങ്ങനെ പിടിച്ചു നിൽക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലെ കാർഷിക മേഖലയൊക്കെ സംരക്ഷിച്ച് നിർത്തുകയായിരുന്നു. ട്രംപിന്റെ യാതൊരുവിധ സമ്മർദ്ദത്തിനും വഴങ്ങാതെ അമേരിക്കൻ താല്പര്യങ്ങൾ കീഴടങ്ങില്ല എന്ന മട്ടിൽ നമ്മളിങ്ങനെ നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അങ്ങനെ ചർച്ചയുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോയി എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്താണ് പെട്ടെന്ന് ഇപ്പോൾ ഒരു കരാർ പ്രഖ്യാപനത്തിലേക്ക് വരാൻ എന്താണ് കാരണം? സമീപകാലത്തുണ്ടായ ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണോ എന്നത് കൃത്യമായി സംശയിക്കേണ്ട കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനം നമുക്കറിയാം, ഈ പറയുന്ന അമേരിക്കയിൽ നിന്നല്ല ലോകത്തിലാകെ തന്നെ വലിയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന എപ്സ്റ്റീൻ ഫയലുകൾ അല്ലെ, ഒരു കുപ്രസിദ്ധനായ ലൈംഗിക കുറ്റവാളി, ആ ലൈംഗിക കുറ്റവാളി നടത്തിയ ഇടപെടലുകൾ വമ്പൻ രാഷ്ട്രീയ നേതാക്കളുമായും വ്യവസായ പ്രമുഖരുമായും മറ്റ് ഇൻഫ്ലുവൻസേഴ്സും ഒക്കെയായും ആ വ്യക്തിക്കുണ്ടായിരുന്ന സ്വാധീനം, ആ ബന്ധം എങ്ങനെ സ്ഥാപിച്ചു എന്നുള്ളതും നമുക്കറിയാം. അത് നമുക്കൊരു ചാനൽ ചർച്ചയിലൊന്നും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ആ എപ്സ്റ്റീൻ ഫയലിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട ഏതാണ്ട് ലക്ഷക്കണക്കിന് പേജുകളും അതേപോലെ മറ്റ് ഇലക്ട്രോണിക് ഡോക്യുമെന്റുകളും ഒക്കെയാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് കൂടി ഉൾപ്പെട്ടു എന്ന വിവരമാണ് 2 ദിവസം മുമ്പ് പുറത്തു വന്നിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഈ പറയുന്ന പോലെ ട്രംപ് ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ 2017 അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹവുമായി അടുപ്പം സൃഷ്ടിക്കാൻ ഇദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ ഒരു വ്യവസായിയെ ഇടനിലക്കാരനായി ഉപയോഗിച്ചു. ആ വ്യവസായി ബന്ധപ്പെടുന്നത് എപ്സ്റ്റീനെയാണ്. എപ്സ്റ്റീൻ അവിടെ ട്രംപിൻ്റെ ഭരണ നേതൃത്വത്തിലുള്ള ഉന്നതരുമായും ബന്ധപ്പെടുന്നു. അങ്ങനെ ആ ബന്ധം അതൊരു സൗഹൃദമായി വളരുന്നു. വൈകാതെ തന്നെ ട്രംപ് മോഡി കൂടിക്കാഴ്ചയുണ്ടാവുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ഇസ്രയേലുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ കാര്യമായ മാറ്റം വരുത്തണമെന്ന ട്രംപിൻ്റെ നിർദ്ദേശം നമ്മുടെ സർക്കാർ അംഗീകരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു. ഇസ്രയേൽ സന്ദർശിക്കുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറുന്നു. ഇസ്രയേലുമായിട്ട് വലിയ വ്യാപാര മറ്റ് പ്രതിരോധ ബന്ധങ്ങളെല്ലാം വളർത്തിയെടുക്കുന്നു. നമുക്കറിയാം, വലിയ സോഫ്റ്റ്വെയറുകളും മറ്റും അവിടുന്ന് വാങ്ങിയെടുക്കുന്ന സ്ഥിതി ഉണ്ടാവുന്നു. പലസ്തീൻ്റെ കാര്യത്തിൽ കാലാകാലങ്ങളായി പരമ്പരാഗതമായി ഇന്ത്യ സ്വീകരിച്ചു വന്നിരുന്ന പലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രം അതിനൊപ്പം നിൽക്കുമെന്ന ഇന്ത്യയുടെ ആ വിദേശ നയത്തിലടക്കം വെള്ളം ചേർത്തു. ഇതെല്ലാം ഒരേപോലെ അമേരിക്കയുടെയും ഒരേപോലെ ഇസ്രയേലിൻ്റെയും താല്പര്യങ്ങളായിരുന്നു. അപ്പോൾ ഇതിലേക്കെല്ലാം എത്തിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ എപ്സ്റ്റീൻ എന്ന കുപ്രസിദ്ധനായ ലൈംഗിക കുറ്റവാളിയാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയുടെ ഇടപെടലിലൂടെയാണ് ഈ പറയുന്ന മോഡിയുടെ ബന്ധമുണ്ടായിരിക്കുന്നത്. അത് ഇപ്പോൾ ഒരു ഘട്ടം വിവരങ്ങൾ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് കേട്ടോ. ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ടോ ഇല്ലയോ എന്നും നമുക്കറിയില്ല. എന്തായാലും ഈ വിവരങ്ങൾ പുറത്തു വന്ന് 2 ദിവസത്തിനകമാണ് വളരെ നാടകീയമായി മോഡിയും ട്രംപുമായിട്ടുള്ള ഒരു ഫോൺ സംഭാഷണം നടക്കുന്നതും അവിടെ ട്രംപ് വളരെ ഏകപക്ഷീയമായി ഞങ്ങൾ കരാറിൻ്റെ കാര്യത്തിൽ ധാരണയിലെത്തി എന്ന് പ്രഖ്യാപിക്കുന്നതും. മറ്റൊരു വശമുള്ളത്, ഈ പറയുന്ന ഒരു ബജറ്റ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി ലോക്സഭയിൽ അവതരിപ്പിച്ചു. നമുക്ക് കടലാമ്പ പദ്ധതി കിട്ടിയ ഒരു ബജറ്റായിരുന്നു അത്. പൊതുവിൽ ആ ബജറ്റ് രാജ്യത്തെ ജനങ്ങളെ ആകെ നിരാശപ്പെടുത്തിയെന്നാണ്. ഇപ്പം NDAയുടെ വക്താവ് ഇവിടെ പറഞ്ഞത് ഓഹരി വിപണി ഉയർന്നു എന്ന് പറഞ്ഞാൽ അത് എന്തോ വലിയ സാമ്പത്തിക നേട്ടം, ഇന്ത്യക്ക് ഗുണകരമായ കാര്യം എന്നായിരുന്നല്ലോ. എന്തായാലും ബജറ്റ് ദിവസം ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഓഹരി വിപണി ഇടിയുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഏതാണ്ട് 3000 പോയിന്റോളം മറ്റാണ് സെൻസസിൽ ഇടിവ് വന്നത്. അപ്പോൾ അത് സൃഷ്ടിച്ച ഒരു തിരിച്ചടിയുണ്ട്. ഈ പറയുന്ന മൊത്തത്തിലൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒരു കുടുക്കിൽ ഇങ്ങനെ കിടക്കുകയാണ് സർക്കാർ. അതിൻ്റെ കൂടെ ഈ വിപണി അടക്കം കൂടുതൽ ഇടിയുന്ന ഒരു സ്ഥിതി വരുന്നത് നമുക്കറിയാം. BJPയെ സംബന്ധിച്ച് ഈ മധ്യവർഗ വിഭാഗവും ഒക്കെ ഒരു നിർണായക ഘടകമാണ്. അവരുടെയൊക്കെ ഒരു വിശ്വാസം നഷ്ടമാവുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തിരിച്ചടിയുടെ ഘട്ടത്തിൽ കൂടിയാണ് ഈ ഒരു കരാർ പ്രഖ്യാപനത്തിലേക്ക് വളരെ നാടകീയമായി എത്തിയത്. 2 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒറ്റനോട്ടത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വരികയും അതിൽ നരേന്ദ്രമോദിയുടെ പേരുണ്ടാവുന്നു. നരേന്ദ്രമോദിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒരു പവർ ബ്രോക്കർ ആയിട്ടുള്ള ഒരു പിഡോഫൈൽ ക്രിമിനലായ ഒരാൾക്ക് കഴിഞ്ഞു എന്നതിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സർക്കാർ അത് നിഷേധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മറ്റു ചില സാമ്പത്തിക ഘടകങ്ങൾ ഇതിനകത്തുണ്ട് ഇതിനെ മറികടക്കാൻ എന്നാണ്. ശ്രീ സതീശൻ, ഈ കാര്യത്തിൽ സർക്കാർ ഒരു വിശദീകരണം നൽകുമെന്ന് താങ്കൾ പറഞ്ഞല്ലോ. പ്രധാനമന്ത്രി നാളെ വന്നെല്ലാം വിശദീകരിക്കുമെന്ന്. ഇന്ന് പ്രധാനമന്ത്രിയോട് വരാൻ വിളിക്കുന്നുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി. പക്ഷേ ലോക്സഭയിൽ പടികടന്നില്ല അദ്ദേഹം. നാളെ വന്ന ഈ ഡീലിന്റെ മുഴുവൻ ഡീറ്റെയിൽസും പറയും. റഷ്യയോട് ഞങ്ങൾ എണ്ണ വാങ്ങിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ട്രംപ് അല്ല. ഞങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയാൽ ഞങ്ങളുടെ ഊർജ്ജ സംരക്ഷണത്തിന്റെ ഭാഗമായി ഞങ്ങൾ എവിടെ നിന്നും വാങ്ങുമെന്നുള്ള മുൻ നിലപാട് ആവർത്തിക്കുമായിരിക്കുമോ മോദി? താങ്കളുടെ ഒരു പ്രതീക്ഷ എന്താണ്? നല്ല പ്രതീക്ഷ തന്നെയാണ്. അതിൻ്റെ കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ശ്രീ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ മുന്നേറ്റം, ഇങ്ങനൊരു കരാർ വന്നു കഴിഞ്ഞാൽ, കരാർ വന്നിട്ടില്ല, അത് കരാറിപ്പം അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചതേ ഉള്ളൂ, കരാറായിട്ട് വന്നിട്ടില്ല. ആ കരാറായിട്ട് വരുമ്പോഴാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അതിൻ്റെ മുഴുവൻ വ്യവസ്ഥകളും പ്രഖ്യാപിക്കുക. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം
ഇത് ആഹ്ലാദം നൽകുന്ന ഒന്നല്ല. കാരണം ഈ അമേരിക്ക 50% തീരുവയാക്കി കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു അക്ഷരം ഈ കോൺഗ്രസ് പറഞ്ഞോ? ഇന്ത്യൻ പാർലമെൻറ്റിൽ പറഞ്ഞോ? പുറത്തു പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പോൾ അവർക്ക് സന്തോഷമായിരുന്നു. ഇപ്പോൾ സംബന്ധിച്ച് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചോളം കയറ്, കശുകണ്ടി, സമുദ്രോൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ ഇവയൊക്കെ വലിയ തകർച്ചയിലായിരുന്നു ഈ 50% ആക്കിയപ്പോൾ. ഇപ്പോൾ അതിനൊക്കെ പുത്തൻ ഉണർവ് വന്നിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ മേരി മേഡം പറഞ്ഞതുപോലൊക്കെ സ്വർണ്ണ വിപണി ഒക്കെ ഉണരും. എല്ലാം കൊണ്ടും അമേരിക്കൻ വിപണിയിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ പോകും. പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു. ഇതിനൊക്കെ നമുക്ക് മറുപടി പറയാൻ കഴിയുമോ? അതൊരു വ്യവസ്ഥാപിതമായ ഒരു കരാർ വന്നു കഴിഞ്ഞാൽ ആ കരാർ അനുസരിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിൻ്റെ നയം വ്യക്തമാക്കും. കരാർ അമേരിക്കൻ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ലിമിറ്റഡ് സ്വഭാവത്തിലുള്ള വാർ നടന്നല്ലോ പഹൽഗാമിനെ ചൊല്ലി. ആ വാർ നിന്നു എന്ന് പ്രഖ്യാപിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ആണല്ലോ, അല്ല ഇവിടുന്ന് ആരും അല്ല. അവിടെ നമ്മൾ അറിഞ്ഞ അവിടുന്നല്ലേ? അതൊക്കെ പൊളിവായിരുന്നു, പിന്നീട് തെളിഞ്ഞല്ലോ. അല്ല അതിനുശേഷം യുദ്ധം ഉണ്ടായില്ല. യുദ്ധം നിർത്തി അവസാനം അതിന്റെ തെളിവുകളൊക്കെ വന്നല്ലോ. തെളിവല്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കോംപ്രമൈസിലെത്തി യുദ്ധം അവസാനിച്ചു എന്ന് പ്രഖ്യാപിച്ചത് ട്രംപാണ്. പാകിസ്ഥാൻ തന്നെ അത് വ്യക്തമാക്കിയതാണ്. അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. ചർച്ചയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? അത് പ്രഖ്യാപിച്ചത് ട്രംപാണ്. ട്രംപ് പറഞ്ഞിട്ടാണ് ആദ്യം അറിയുന്നത് എന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ ട്രംപ് പറയുന്ന എല്ലാം വിടുവായത്തരമാണോ? നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ രാജ്യത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമ്മുടെ ഇന്ത്യയുമായിട്ട് അതാ ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ 18% തീരുവ ട്രംപ് 50 നിന്ന് കുറച്ച് 18 ആക്കിയതുള്ളതാണോ? അല്ല സതീശൻ ട്രംപ് 50 നിന്ന് കുറച്ച് 18 ആക്കിയതുള്ളതാണോ? ഇന്ത്യ അടുക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അമേരിക്കയ്ക്കുണ്ടായ ഒരു ബോധോദയമാണ് ഇപ്പോൾ ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു പ്രഖ്യാപനം. ഇപ്പോൾ തീരുവ തന്നെ മറ്റു രാജ്യങ്ങളുടെ തീരുവ നോക്ക്. മറ്റു രാജ്യങ്ങൾ ഇപ്പോൾ ചൈന ആയിരുന്നാലും പിന്നെ ശ്രീലങ്കയാണെങ്കിൽ 34% തീരുവ. 34%. ഇതൊക്കെ ഈ കോൺഗ്രസിന് അറിയാവുന്നതാണ്, രാഹുൽ ഗാന്ധിക്ക് അറിയാവുന്നതാണ്. നമ്മുടെ രാജ്യത്ത് എന്ത് ഉയർച്ച വന്നാലും അതിനെ എതിർക്കുക എന്ന ഒരൊറ്റ നയം മാത്രമേ ഉള്ളൂ ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന്. അതുകൊണ്ട് ഇതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും. അതിനു മുമ്പ് ഈ രീതിയിലുള്ള ആക്ഷേപങ്ങളെ ചൊരിഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? അല്ല ഞാൻ ചോദിക്കുന്നത് ഈ 18ലേക്ക് കുറച്ചതുള്ള 18ലേക്ക് നികുതി കുറച്ചതുള്ളതാണോ? ചൈനയും ശ്രീലങ്കയും ഉൾപ്പെടെ 34%. അതിപ്പോൾ 18%. അത് ഒരു മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടുണ്ട്. പക്ഷേ ഈ നയം കൊണ്ട് ഇന്ത്യക്ക് ചൈനയുടെ ഞാൻ ചോദിച്ചതിന് താങ്കൾ ഞാൻ പറഞ്ഞത് ചൈന തിരിച്ചെത്ര ചുമത്തുന്നുണ്ടെന്ന് അറിയാമോ? ഞാൻ ചോദിക്കുന്നത് ചൈനയും അമേരിക്കയും തമ്മിൽ ട്രേഡ് വാർ വന്നപ്പോൾ ട്രംപ് കൂട്ടി, ചൈന എത്ര കൂട്ടി? ചൈനയും കൂട്ടി, തിരിച്ചു കൊണ്ടുവന്നു, ചൈനയും തിരിച്ചു കൊണ്ടുവന്നു. ചൈന നമ്മൾ ചുമത്തുന്ന പോലെ 0 താരിഫിൽ ഇറക്കാൻ നിൽക്കുകയാണോ? ചൈനയുണ്ട് 30% എന്താണ് ടാക്സിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് എന്തൊക്കെയോ വിളിച്ചു പറയുന്നതാണ് നിങ്ങൾ പറഞ്ഞത്. അമേരിക്കൻ പ്രസിഡന്റ് എന്തൊക്കെയോ വിളിച്ചു പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ആണ് പറഞ്ഞത് കരാറായിന്ന്. അമേരിക്കൻ പ്രസിഡന്റ് ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല എന്നുള്ള പ്രശ്നം തിരിച്ചറിഞ്ഞു. അല്ല അമേരിക്കൻ പ്രസിഡന്റ് എന്തൊക്കെയോ വിളിച്ചു പറയുന്നതാണ് നിങ്ങൾ പറഞ്ഞത്. ട്രേഡ് ഡീൽ ആയെന്ന് പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റാണ്. 18% ടാക്സ് എന്ന് പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റാണ്. അതുള്ളതാണോ? അമേരിക്കൻ പ്രസിഡന്റാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ പ്രഖ്യാപിത നയം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും. അതുവരെ ഒന്ന് ക്ഷമിച്ചുകൂടെ എന്ന് ശരി ബേബി അങ്ങനെ ഇന്ത്യ സറണ്ടർ ആയി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് നിങ്ങൾ ലോക്സഭയിൽ പ്രതിഷേധിക്കുന്നത്. ഇന്ത്യ അങ്ങനെ സറണ്ടർ ആവുന്ന വേറെ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ മുൻനിർത്തിക്കൊണ്ടാണെന്ന് സീരിയസ് ആയിട്ട് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ?
ഏതൊക്കെയാലും ആദ്യം ഒരു താരിഫിന്റെ പ്രശ്നം മാത്രമാണെന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട സതീശൻ ഇപ്പോൾ ഒരു കരാറിന്റെ വിഷയമാണെന്ന് അദ്ദേഹം സമ്മതിക്കേണ്ടി വന്നല്ലോ. ഇപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അദ്ദേഹം പാർലമെന്റിലല്ല സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. അദ്ദേഹം പാർലമെന്റ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് പത്രസമ്മേളനം വിളിച്ച് അദ്ദേഹം പറഞ്ഞു ഇന്ത്യക്ക് ഇതുകൊണ്ട് വലിയ നേട്ടം ഉണ്ടാകാൻ പോവുകയാണ്. എവിടെയാ ഇന്ത്യക്ക് ഇതുകൊണ്ട് വലിയ നേട്ടം ഉണ്ടാകാൻ പോകുന്നത്? ഞാൻ കൃത്യമായി പറയാം. 2025 ജൂൺ 1-ാം തീയതിക്ക് മുമ്പ് ഇന്ത്യയുടെ 4% കയറ്റുമതി എന്ന് പറയുന്നത് അമേരിക്കയിലേക്കായിരുന്നു. 24% ഓഫ് ദ ടോട്ടൽ എക്സ്പോർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അമേരിക്കയിലേക്കായിരുന്നു. പക്ഷേ ഈ ചുങ്കം ചുമത്തിയതിനു ശേഷം നമ്മുടെ കയറ്റുമതി 17% കുറഞ്ഞു. ഇനി ഞാൻ പറയാം എന്താണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നത് 1 ഇലക്ട്രോണിക്സ്, 2 ഫാർമസ്യൂട്ടിക്കൽസ്, 3 എന്ന് പറയുന്നത് IT. ഇങ്ങനെ 2-3 മേഖലകളിലാണ് ഏറ്റവും, ടെക്സ്റ്റൈൽസ്, ഇങ്ങനെ 3-4 മേഖലയിലാണ് ഏറ്റവും അധികം ഇന്ത്യയുടെ എക്സ്പോർട്ടിങ്. ഇന്ത്യയുടെ ഏറ്റവും നിയറസ്റ്റ് കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് ഏഷ്യൻ കൺട്രീസ് ആണ്. വിയറ്റ്നാം ഉൾപ്പെടെയുള്ള അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആണ്. അവരുടെ എത്രയാ ചുങ്കം എന്നറിയാവോ? 19%. ഇന്ത്യയും അവരുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കേവലം 1% മാത്രമാണ്. നേരത്തെ ഉണ്ടായിരുന്ന 2% അല്ല 3%ത്തിലേക്ക് ട്രംപ് ഇത് താഴ്ത്തിയിരുന്നെങ്കിൽ നമുക്ക് നേട്ടമായിരുന്നു പറയാം. പക്ഷേ നമുക്കിപ്പോൾ അവരുമായി അടുത്ത് നിൽക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ ചുങ്കം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് നേട്ടമുണ്ടാകുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഇവിടെ കണക്കറിയാവുന്ന ആളുകൾ ഒന്ന് പറ. ഇന്ത്യയിൽ നിന്നും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിന് 0% തീരുവ, ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് 18% തീരുവ. അതെങ്ങനെയാണ് ഒരു ബാലൻസ്ഡ് ട്രേഡായി മാറുന്നത്? ഒരു ബാലൻസ്ഡ് ട്രേഡ് ആണെങ്കിൽ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കണം ഈ പറയുന്ന താരിഫ് എന്ന് പറയുന്നത്. ഇവിടെ ഈ 0% എന്ന് പറയുന്നത് ഇത് പറഞ്ഞല്ലോ ട്രംപ് പറഞ്ഞല്ലോ. ഈ ട്രംപ് പറഞ്ഞിട്ട് ഇതുവരെ ഞങ്ങൾക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വായിൽ നാക്കില്ലേ? ഞാൻ പച്ചമലയാളത്തിൽ തന്നെ ചോദിക്കുക, അദ്ദേഹത്തിന്റെ വായിൽ നാക്കില്ലേ? 50 മണിക്കൂറായി. ഈ 50 മണിക്കൂറായിട്ട് ഈ അമേരിക്കൻ പ്രസിഡന്റ് എന്തും വിളിച്ചു ചോദിക്കട്ടെ. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തെ സംബന്ധിച്ച്, പിന്നെ ഈ സോവറിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പ്രിയാമ്പിളിൽ പറയുന്നത് എന്താ? ഇന്ത്യ ഈസ് എ സോവറിൻ സ്റ്റേറ്റ്, സോവറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയുന്നത് ആദ്യത്തെ വേണ്ട സോവറിനിറ്റി. എന്താ സോവറിനിറ്റി? പരമാധികാരം. നമ്മുടെ കാര്യം തീരുമാനിക്കാൻ നമുക്കുള്ള അവകാശത്തെയാണ് പരമാധികാരം. 50 മണിക്കൂർ കഴിഞ്ഞു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി കമ എന്നൊരു വാക്ക്, അതും അഗ്രികൾച്ചർ സെക്ടറിൽ നിങ്ങൾ ഓർക്കണം. കഴിഞ്ഞ 75 വർഷമായി എത്രയോ ഇടത്ത് സമ്മർദ്ദങ്ങളുണ്ടായി, എത്രയോ രാജ്യങ്ങളിൽ നിന്ന് സമ്മർദ്ദമുണ്ടായി. ഒരിക്കൽ പോലും നമ്മുടെ കാർഷിക വിപണി നമ്മൾ ഈ പറയുന്ന വിദേശ കുത്തകൾക്കോ വിദേശ രാജ്യങ്ങൾക്കോ ആഭ്യന്തര കുത്തകൾക്കോ നമ്മൾ തുറന്നു കൊടുത്തിട്ടില്ല. ഏതാ ആഭ്യന്തര കുത്തകൾക്ക്? സ്വകാര്യ മേഖലയ്ക്ക് പോലും നമ്മൾ തുറന്നു കൊടുത്തിട്ടില്ല. ഇന്നും നിങ്ങൾ അറിയണം, ഈ രാജ്യത്തിന്റെ 60% ആളുകൾ എൻഗേജ് ചെയ്യുന്നത് അഗ്രികൾച്ചർ സെക്ടറിലാണ്. പക്ഷെ അവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഓൺലി 4% GDP-യുടെ 4% മാത്രമാണ് അഗ്രികൾച്ചർ സെക്ടറിന്റെ സംഭാവന. ഇത്രയും 60% ആളുകൾ ജോലി ചെയ്യുന്ന ഈ കാർഷിക മേഖലയെ ഇവിടെ കർഷകരുടെ കൂട്ട ആത്മഹത്യയിലേക്ക് നയിക്കാൻ പോവുക. ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്ന കർഷകരുടെ ശവപ്പുറമായി മാറാൻ പോവുക. അത്രയും ഗുരുതരമായ ആരോപണങ്ങളുള്ള ഗൗരവതരമായ സംഗതികളുള്ള ഡീലിനെ കുറിച്ച് പ്രധാനമന്ത്രി മൗനം അവലംബിക്കുന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ശ്രീമതി മേരി ജോർജ്, അങ്ങനെ ഈ ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ സംഗതികൾ അതൊന്നും ശരിയല്ല എന്ന് പറയാൻ വേണ്ടി പ്രധാനമന്ത്രി വരും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ താങ്കൾ? അതായത് ട്രംപിൻ്റെ ഭാഷയിലും പ്രഖ്യാപനം നടത്തി. പക്ഷേ ഒരു കാരണവശാലും 99% ഉൽപ്പന്നങ്ങളും ഡ്യൂട്ടി ഫ്രീ ആയിട്ട് ഇന്ത്യയിലേക്ക് അയക്കാമെന്ന് ട്രംപ് വ്യാമോഹിക്കണ്ട. എനിക്ക് തോന്നുന്നില്ല ഒരു കാരണവശാലും നരേന്ദ്രമോദി അങ്ങനെ മുട്ടുമടക്കുമെന്ന്. കാരണം അങ്ങനെ മുട്ടുമടക്കിയാൽ അതോടുകൂടി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം തീരും ഇന്ത്യയിൽ. കാരണം ഇന്ത്യയിലെ കർഷകരുടെ കൂടെ നിൽക്കും ഇവിടുത്തെ 100% ജനങ്ങളും. ഏതാനും കോർപ്പറേറ്റുകൾ മാത്രം മാറി നിന്നിരിക്കും. ബാക്കി എല്ലാവരും നരേന്ദ്രമോദിയുടെ കൂടെ അല്ല, ജനങ്ങളുടെ കൂടെ, കർഷകരുടെ കൂടെ നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ആ നരേന്ദ്രമോദിയുടെ ഭാവി അവിടെ തീരും, രാഷ്ട്രീയ ഭാവി. അതുകൊണ്ട് ഉറപ്പാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഓർത്തിട്ടല്ല, ഇങ്ങനെ ഒരു തീരുവയിലേക്ക് എത്തിയാൽ, അതായത് 99% ഉൽപ്പന്നങ്ങളും ഡ്യൂട്ടി ഫ്രീ ആയിട്ട് ഇന്ത്യയിലേക്ക് അയക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിൽ എത്തിയാൽ അത് തീർച്ചയായിട്ടും നരേന്ദ്രമോദിക്ക് മാത്രമല്ല BJPക്കും വലിയ തിരിച്ചടിയാവും. അങ്ങനെയൊന്നും സംഭവിക്കില്ല.
കാരണം ഇതുവരെ നടത്തിയ ചർച്ചകളിലൊക്കെ ഇന്ത്യയുടെ താല്പര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് അത് സംരക്ഷിച്ചുകൊണ്ടാണ് അതുകൊണ്ട് അത് സംഭവിക്കാനുള്ള സാധ്യതയില്ല എന്നാണ് നിരീക്ഷണം മേരി ജോർജിന്റെ. അല്ല, ഇതിനകത്ത് ശ്രീ പ്രശാന്ത്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഈ പ്രത്യേകിച്ച് ഈ കൗബേറ്റിലെ ക്ഷീര കർഷകരെ ആകമാനം അലോസരപ്പെടുത്തുന്ന ഒരു തീരുമാനം എടുക്കാൻ മോദിക്ക് കഴിയില്ല. രാഷ്ട്രീയമായി അദ്ദേഹത്തിന്റെ അതിജീവനത്തെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് സമ്മതിക്കാൻ കഴിയുമോ? പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് കുറയ്ക്കുന്നു എന്നായിരുന്നു നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ചത്. വസ്തുതയുമായിരുന്നു. നമ്മുടെ റഷ്യൻ ഓർഡറുകളെല്ലാം വൻതോതിൽ വെട്ടിക്കുറയ്ക്കപ്പെട്ടിട്ടുണ്ട്. ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ നടന്നതാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചരിത്രമെന്നിരിക്കെ. എന്നാൽ മോദിക്ക് ഈ കർഷകരുടെയും ക്ഷീര കർഷകരുടെയും ഒക്കെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പ്രതിസന്ധിയുണ്ട്. ഈ രണ്ട് ഘടകങ്ങളും അതിൻ്റെ സങ്കീർണതയും എങ്ങനെയാണോ വിശദീകരിക്കുക? ഇപ്പോൾ ട്രംപ് മാത്രമല്ല, ട്രംപിന്റെ ഭരണനേതൃത്വത്തിലുള്ള എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് ഈ കരാറിന്റെ ഒരു ചുരുക്കം എന്നുള്ളത്. അത് 18% ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ തീരുവയും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 0% തീരുവയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് മറുപടിയായി ഈ കരാറ് പ്രധാനമന്ത്രി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. പക്ഷെ അതിന്റെ മറ്റു വിശദാംശങ്ങളൊന്നും അദ്ദേഹം അതിലേക്കൊന്നും കടന്നിട്ടില്ല. ആകെ മന്ത്രി പീയൂഷ് ഗോയൽ മാത്രമാണ് ഇന്നിപ്പോൾ ലോക്സഭയിൽ സംസാരിച്ചപ്പോൾ ഞങ്ങൾ ചില സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങളെ ഞങ്ങൾ സംരക്ഷിച്ചു നിർത്തിയിട്ടുണ്ട്. അത് എന്തൊക്കെ എന്ന് അദ്ദേഹം വിശദമാക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. കൃഷിയുമായി ബന്ധപ്പെട്ടും ക്ഷീര മേഖലയുമായി ബന്ധപ്പെട്ടും ചില സെൻസിറ്റീവ് മേഖലകളെ മാത്രം ഞങ്ങൾ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നു എന്നാണ് പീയൂഷ് ഗോയൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് ഏതൊക്കെയാണ് എന്നുള്ളത് കരാറിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. പക്ഷെ എങ്ങനെ നോക്കിയാലും ഈ കരാർ ഇപ്പോൾ ട്രംപ് അവകാശപ്പെട്ടതുപോലെയാണെങ്കിൽ പൂർണ്ണമായും ഇന്ത്യക്ക് തിരിച്ചടിയാണ്, ഇന്ത്യയുടെ സമ്പൂർണ്ണമായ ഒരു കീഴടങ്ങലാണ്. കാരണം ഈ കരാർ നിലവിൽ വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ട്രംപ് ഈ പ്രതികാര ചുങ്കമൊക്കെ ചുമത്തുന്നതിന് മുമ്പ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയിരുന്ന ശരാശരി തീരുവ എന്ന് പറയുന്നത് 2 മുതൽ 3% വരെ മാത്രമായിരുന്നു. അതേസമയം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ചുമത്തിയിരുന്നത് ഒരു 10% എടുത്ത് ശരാശരി തീരുവയായിരുന്നു. ഇതിപ്പോൾ അത് നേരെ മറിഞ്ഞ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 18% തീരുവയും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഇല്ലാതെ വരുന്നു എന്ന് വരുമ്പോൾ ഒരു വികസിത രാജ്യവും ഇന്ത്യൻ താല്പര്യങ്ങൾ ആകമാനം ഹനിക്കുന്ന ഈ ഡീലിനെ കുറിച്ച് വിശദീകരിക്കാൻ പ്രധാനമന്ത്രി തല ഉയർത്തി വരുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്ന കാര്യം. എന്തായാലും ലോക്സഭയിൽ ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു പ്രതിപക്ഷം. നോക്കാം എന്താണ് രാജ്യനായകൻ വിശദീകരിക്കുന്നത്. താങ്ക് യു. ഞാൻ അവസാനിപ്പിക്കുന്നു, സമയം കഴിഞ്ഞുകൊണ്ടാണ്. താങ്ക് യു പ്രശാന്ത്, ശ്രീമതി മേരി ജോർജ്, സതീശനൊപ്പം തന്നെ ശ്രീ റോണി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.